ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികൾ 10:34-48 വരെ. കൊർന്നലിയോസും കുടുംബവും ചാർച്ചക്കാരും സുവിശേഷം സ്വീകരിക്കുന്നു. പത്രോസ് വായ തുറന്നു എന്ന് 34-ാം വാക്യത്തിലുണ്ട്. വായ തുറന്നു എന്നുള്ളത് മൂലകൃതിയിൽ മാത്രമേ ഉള്ളൂ. പ്രസ്താവിച്ചു എന്നാണ് ഇപ്പോഴത്തെ പരിഭാഷ. വായ തുറന്നു എന്ന് ഉദ്ദേശിക്കുന്ന അതിവിശിഷ്ടവും വളരെ പ്രാധാന്യമുള്ള വിഷയം സംസാരിക്കുവാൻ ഒരുങ്ങുന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. കൊർന്നലിയോസിന്റെ ഭവനത്തിൽ നടന്ന പരിശുദ്ധാത്മാ അഭിഷേകത്തെ വിജാതിയരുടെ പെന്തക്കോസ്തി എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ വിളിക്കുന്നത്. രണ്ട് പെന്തക്കോസ്തിയും തമ്മിൽ സാരമായ പാഠഭേദങ്ങളുമുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് ശേഷം ജലത്താലുള്ള സ്നാനം നൽകുന്നതായി കാണുന്നു, വേറെങ്ങും കാണുന്നില്ല. പരിച്ഛേദന നൽകുന്നില്ല എന്നത് വീണ്ടും ശ്രദ്ധേയമാണ്. വളരെ പ്രധാനപ്പെട്ടതായി യഹൂദന്മാർ കരുതിയിരുന്നു പരിച്ഛേദന. അവരും മൗനം അവലംബിക്കുന്നു. അതിന് തക്കവണ്ണം ദൈവം പരിശുദ്ധ പത്രോസിനെയും വിശ്വാസസമൂഹത്തെയും ഒരുക്കിയിരുന്നു. ദൈവിക നടത്തിപ്പിന് വിധേയരാകുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രധാനവുമായ ലക്ഷ്യം. അതാണ് പത്രോസ് നമുക്ക് കാണിച്ചിരുന്ന മാതൃക. അത് മറന്നുകൂടാത്തതാണ്. ക്രിസ്തീയ സഭ വളർന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി സഹനത്തിൻ്റെയും ക്ഷമയുടെയും പാതയിലൂടെയാണ്. ഭീകരപ്രവർത്തനം വഴിയോ വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയോ അല്ല. ക്രിസ്തീയ സാക്ഷ്യം ദിവ്യകാരുണ്യത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും പിൻബലത്തിലാണ്. ആരാധന വഴി ദൈവത്തിൽ നിന്ന് നേടുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ജീവിതവും സുവിശേഷം വഴി ജനത്തിന് അത് പകർന്നു നൽകുകയും ചെയ്യുക എന്നതാണ് പരമപ്രധാനം. ദൈവകൃപ പ്രാപിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരു യഥാർത്ഥ സുവിശേഷം ലക്ഷ്യവും വഴിയും നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. അതാണ് മാനദണ്ഡം. ആദിമ ക്രിസ്തീയ പ്രസംഗങ്ങളുടെ മാതൃക പത്രോസിൻ്റെ പ്രസംഗത്തിൽ നമുക്ക് ദർശിക്കാം. കർത്താവിൻ്റെ ക്ഷമയും കരുതലും ഒപ്പം തന്നെ രണ്ടാമത്തെ വരവിൻ്റെ ഓർമ്മപ്പെടുത്തലും ന്യായവിധിയും വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.